ഹായ്, അത് സെറ്റ് ലൈഫ് ഫ്ലോസിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ തുരുത്തിക്കാവ് മഹോത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പ്രസാദോട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ക്യൂവിൽ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നേ. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാധാരണ നല്ല ക്യൂ ആയിരിക്കും, ഇതിൽ കൂടുതലായിരിക്കും. ഞാൻ ടൈം തുടങ്ങിയപ്പോൾ തന്നെ ഒന്നും പോയില്ല കേട്ടോ. ആ കറക്റ്റ് ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിലും വലിയ ക്യൂ ആയിരിക്കും. നല്ല മുട്ടൻ വെയിലും കൊള്ളണം. അതുകൊണ്ട് ഞാനൊരു 1:30-2 മണിയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ ചെന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരത്തെ ചെന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. 1 മണിക്കൂർ നിന്നാലും തീരാത്ത അത്ര ക്യൂ ഉണ്ടായേനെ. അങ്ങനെ ഞങ്ങൾ ചോറൂണും കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചെന്നത് നമ്മുടെ പാമ്പാടി രാജനെ കാണാനായിട്ടാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ പാമ്പാടി രാജനെ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ അവനെ അങ്ങനെ കുളിപ്പിച്ച് കൂടിയൊക്കെ തൊടിയിച്ച് നിർത്തിയേക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ പാമ്പാടി രാജനെയൊക്കെ കണ്ടങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം കൂടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. വാഴപ്പിണ്ടിയും അതുപോലെ പനയാലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് സാവധാനം അങ്ങനെ നിൽക്കുക കേട്ടോ. ആൾ വളരെ ശാന്തനായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആൾ സീരിയസ് ആണോ അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇന്ന് ആൾ വളരെ ശാന്തനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അടുത്ത് നിന്ന് കാണാനൊക്കെ സമ്മതിച്ചു കേട്ടോ. സാധാരണ അങ്ങനെ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കൊല ഏത്തപ്പഴമൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. ഈ തവണ ഒന്നും സമ്മതിച്ചില്ല. ഒരു സാധനവും മേടിച്ചു കൊടുക്കാനായിട്ട് പാപ്പാൻ സമ്മതിച്ചില്ല. ആരെയും അടുപ്പിച്ചില്ല, തൊടാനൊന്നും സമ്മതിച്ചില്ല. കാരണം ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് തൊടണം തോന്നും, പിന്നെ അടുത്ത ആൾക്ക് തൊടണം തോന്നും. അങ്ങനെ തൊട്ട് ചിലപ്പോൾ ആനയ്ക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ആരെയും അടുപ്പിച്ചിട്ടില്ല. ചിലരൊക്കെ കണ്ടോ പൈനാപ്പിളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധാരണ ഇങ്ങനെയല്ല, എല്ലാവരും ഓരോ കൊല പഴം വെച്ചിട്ടായിരുന്നു ആനയ്ക്കൊക്കെ വരുമ്പോൾ കൊടുക്കാറ്. ഈ തവണ അങ്ങനെ കൊല കൊടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. സമയം പോകുന്ന അറിയില്ല ആനേനെ കാണുമ്പോൾ. ആന ഞങ്ങളുടെ നാട്ടിൽ വളരെ കൗതുകമുള്ള ഒരു സംഭവം തന്നെയാണ്. അത് ഓരോരുത്തർ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എത്രയൊക്കെ ആനേനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആന വന്നു കഴിഞ്ഞാൽ അതൊരു പൂരം തന്നെയാണ്. ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നിൽക്കാനായിട്ട്. ഈ തവണ ആന ശാന്തമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്ന് കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആനയുടെ ആ കണ്ണിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആ ചെവിക്ക് മുകളിലായിട്ട് ഇങ്ങനെ ഒരു വേർപ്പ് തുള്ളികൾ പോലെ ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആനയുടെ അടുത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല. ഈ ആന വളരെ നോർമലായിട്ട് നിന്നതുകൊണ്ടാണ് ഞങ്ങൾ അടുത്ത് പോയി നിന്നത് കേട്ടോ. വലിയ പ്രശ്നമൊന്നും കാരണമൊന്നും ആയിരുന്നില്ല. എന്ന് നമ്മുടെ പാമ്പാടി രാജൻ വളരെ ശാന്തമായിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു ആൾ നിന്നത്. അതുകൊണ്ട് ഞങ്ങളും ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ആനേനൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് കറങ്ങാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂ ഒന്നും അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ കണ്ടില്ലേ, ക്യൂ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആളുകൾ വരുന്നുകൊണ്ടോ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേതാ കണ്ടില്ല, ഐസ്ക്രീം വണ്ടിയായിരുന്നു 3 എണ്ണം. പിന്നെ പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടിക്കടയിലേക്ക് ഞങ്ങൾ പോയതേ ഇല്ല കേട്ടോ. പിന്നെ ഇതേ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ പകൽ കാഴ്ച. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ പകൽ കാഴ്ച ഇതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തുരുത്തിക്കാവ്. നേരെ കണ്ടോ, അകത്തോട്ട് ഞങ്ങൾ ഇപ്പോൾ കയറി കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. കണ്ടോ, പെട്ടിക്കടയിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റേറ്റാണ്. ഇപ്പോൾ പെട്ടിക്കടയിൽ നിന്നൊന്നും ഒരു സാധനവും മേടിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ 100 രൂപയ്ക്ക് ഒരുപാട് സാധനം കിട്ടുമായിരുന്നു. ഇന്ന് 100 രൂപയ്ക്ക് ഒരു സാധനം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ആ വഴിക്ക് ഞങ്ങൾ കയറിയില്ല. അതിൻ്റെ ഒരു പിണക്കത്തിലായിരുന്നു എൻ്റെ കുഞ്ഞാപ്പു. ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റേജ്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഐസ്ക്രീം വണ്ടിയും അങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവരും ചോറൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് എങ്ങടേക്കാണെന്നറിയോ? പിന്നീട് ഞങ്ങൾ പോയത് കമ്മൽ വാങ്ങാനായിട്ടാണ് കേട്ടോ.
നല്ല വില കുറച്ചിട്ട് കമ്മൽ കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. സാധാരണ ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് വില ചോദിച്ചപ്പം കമ്മലിന് റേറ്റ് ചോദിച്ചപ്പോൾ 150 200 രൂപയൊക്കെയാണ് കേട്ടോ ഒരു കമ്മലിന്. ഇവിടെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ കിട്ടിയത്. അതായത് 40 രൂപയ്ക്കും 20 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെ കിട്ടി. ആ ഒരു കാര്യത്തിൽ നല്ല റേറ്റ് കുറവായിരുന്നു. ഈ ഒരു കമ്മലിൻ്റെ കാര്യത്തിൽ നല്ല റേറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് നല്ല അടിപൊളി കമ്മലൊക്കെ വാങ്ങി കേട്ടോ. ഒരുപാട് നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു ഈ വെളുപ്പിൻ്റെ കയ്യിൽ. അപ്പം പാറുമോൾക്കും ഇഷ്ടപ്പെട്ട കമ്മലും ദേവുട്ടിക്ക് ഇഷ്ടപ്പെട്ട കമ്മലും കുഞ്ഞാപ്പൂവിന് ഇഷ്ടപ്പെട്ട കമ്മലും എനിക്കിട്ട് ഇഷ്ടപ്പെട്ട കമ്മലും അങ്ങനെ 4 ജോഡി അങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഇത് ഇപ്പോഴും കിട്ടത്തില്ലല്ലോ ഈ ഒരു അവസരം. അതുകൊണ്ട് കുറേ നാൾക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കമ്മൽ മാത്രമാണ് ഇത്തവണ ഉത്സവത്തിന് ഞാൻ വാങ്ങിയത്. കമ്മലുകളൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാ കമ്മലിലേക്കും പറ്റിയൊന്നും കണ്ണു പോയില്ല. പെട്ടെന്ന് ഇഷ്ടപ്പെട്ട 2-3 ജോഡി അങ്ങ് എടുത്തു. കാരണം ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ ഏത് വാങ്ങണമെന്ന് നമുക്ക് ഡൗട്ടാവും. അങ്ങനെ ഞങ്ങൾ കമ്മലും വാങ്ങി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴി കേട്ടോ. നല്ല ഭംഗിയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയും ഒക്കെ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സി യു.